friends, I am Jasmin. Welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. വളരെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ടൈപ്പിലുള്ള ബോട്ടിൽ ആർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ടൈപ്പിലാണ് ചെയ്യുന്നത്. അതും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. ഒരെണ്ണം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, അടുത്തത് സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ ഒരെണ്ണം ജൂട്ട് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബോട്ടിൽ പെയിൻറ് ചെയ്യുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ബ്രഷ് ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഡയറക്ഷനിലോട്ടാണോ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ആ ഡയറക്ഷനിലേക്ക് തന്നെ പെയിൻറ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ താഴേക്കാണ് അടിക്കുന്നതെങ്കിൽ ആ കുപ്പി ഫുള്ളായിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ അടിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരു കോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് നമ്മൾ പെയിൻറ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടും. ഈ ബോട്ടിൽ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ സെക്കൻഡ് കോട്ട് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതും നേരത്തെ അടിച്ച പോലെ തന്നെ അതേ ഡയറക്ഷനിൽ നന്നായിട്ട് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ കോട്ടും കൂടി കൊടുത്തിട്ട് ഈ കുപ്പി ഒന്നുകൂടി നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 2 കോട്ടിങ്ങും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് വരച്ചു കൊടുക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് ബഡ്സ് ആണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബഡ്സ് ഉപയോഗിച്ച് കാണിക്കുന്നത്. ബഡ്സ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് പെയിൻറ്റിലോട്ടൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഒരു പൂവിൻ്റെ ഇതള് പോലെ ആവും. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പെറ്റൽസ് വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 ഇതളുകളാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഈ പൂക്കളുടെ മിഡിൽ ഭാഗത്തായിട്ട് ബഡ്സ് വെച്ചതിന് ഒരു വൈറ്റ് ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ റെഡി ആയിരിക്കുകയാണ്. ആദ്യമായിട്ട് പെയിന്റ് ചെയ്യുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത്. ഇനി രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അത് പെയിന്റിലേക്ക് മുക്കിയിട്ട് കുപ്പിയിലേക്ക് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരേ ഡയറക്ഷനിൽ പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സ്പോഞ്ചിൽ നമ്മൾ പെയിന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ക്വാണ്ടിറ്റി പെയിന്റ് എടുക്കാതെ നോക്കണം. ഇൻ കേസ് അധികം ക്വാണ്ടിറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ എക്സസ് ക്വാണ്ടിറ്റി അങ്ങ് മാറ്റണം. എന്നിട്ട് വേണം ഈ സ്പോഞ്ച് കുപ്പിയിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബബിൾസ് വരും, പിന്നെ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി പെയിന്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഫസ്റ്റ് കോട്ട് പെയിന്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു മാറ്റ് ഫിനിഷും ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഒരു ഗ്ലേസിംഗ് ഫിനിഷും ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇതുപോലെ തന്നെ ഒരു കോട്ടും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പിസ്ത ഷെൽസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്ലവർ ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചെണ്ണം ഗ്രീൻ കളറും അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഗ്ലൂ ഗൺ ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാറ്റേൺ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പാറ്റേൺ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് രീതിയിലുള്ള പാറ്റേൺ വേണമെങ്കിലും ഈ പിസ്ത ഷെൽ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് അടിച്ച് പിസ്ത ഷെൽ കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ പിസ്ത ഷെൽസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കണം. ഞാൻ ഗ്രീൻ കളർ പെയിന്റ് കൊണ്ട് ബ്രഷ് ഉപയോഗിച്ചാണ് ബ്രാഞ്ചസ് വരച്ചു കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ പിസ്ത ഷെല്ലിൻ്റെ ബോട്ടിലും റെഡി ആയിരിക്കുകയാണ്. ഇനി ചെയ്യുന്നത് ചണം വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനുവേണ്ടി ഒരു കുപ്പിയിലേക്ക് ഫെവിക്കോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ചണം ചുറ്റി കൊടുക്കുകയാണ്. ഈ കുപ്പി ഫുള്ളായിട്ട് നമുക്ക് ചണം ചുറ്റിയെടുക്കണം. ഇപ്പോൾ കുപ്പിയിലേക്ക് ചണം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പല കളറിലുള്ള പേപ്പർ റിബൺ ആണ്. ഇതുകൊണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഈ റോള് നമ്മൾ ഒരു വശത്തുനിന്ന് അകത്തേക്ക് നന്നായിട്ട് ചുരുട്ടി കൊടുക്കണം. ചുരുട്ടി കൊടുത്തിട്ട് ഇത് തിരിച്ചു പിടിച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കണം. പൂക്കളുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒരു വലിയ പൂവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റിബൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കണം. ഇതിന്റെ അടിവശം ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ചെറിയ പൂക്കളും പല വലിപ്പത്തിലുള്ള കുറച്ച് പൂക്കളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറുള്ള ക്രേപ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് സ്ക്വയർ പീസുകൾ വെട്ടിയെടുത്തിട്ട് ഇതിന്റെ നടുക്കൂടെ വെട്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള പീസുകളാക്കി മാറ്റണം. ഇനി ഒരു പീസിലേക്ക് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ നൂൽക്കമ്പി അതിലേക്ക് വെച്ചിട്ട് അടുത്ത പീസ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. രണ്ടും ഒട്ടിച്ചതിന് ശേഷം ലീഫ് നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ലീഫിന്റെ ബാലൻസ് ഉള്ള കമ്പിയിൽ ഒരു ഗ്രീൻ ടേപ്പ് കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ലീഫും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ലീഫും ഫ്ലവേഴ്സും കൂടെ ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ ഒട്ടിച്ചെടുക്കണമെന്നില്ല. അവരവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജൂട്ട് ബോട്ടിലും റെഡി ആയിരിക്കുകയാണ്. മൂന്ന് ബോട്ടിലും 3 ടൈപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ബിഗിനേഴ്സിനും പെയിന്റിംഗ് അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.